ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. മക്കളെ, 10ാം ക്ലാസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന മൂലം നമുക്ക് കുറേ കൺസെപ്റ്റുകൾ ക്ലിയർ ആവുകയും സെയിം മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യും. സോ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. സോ അതിന് വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. 2024 സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതി വിവരക്കണക്കെന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് നിങ്ങൾക്ക്. അതിൻ്റെ അകത്തു നിന്നുള്ള 2024 ചോദിച്ച മോഡൽ ക്വസ്റ്റ്യനും പബ്ലിക് ക്വസ്റ്റ്യനും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ മക്കളെ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തിട്ട് അതിനകത്തേക്ക് ഇത് എഴുതി വെക്കുക, ചെയ്യാമോ എന്ന് നോക്കുക, ചെയ്ത് പഠിക്കുക. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെ ഇത്തവണയും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ ഇല്ല, ക്വസ്റ്റ്യൻ പേപ്പർ കാണത്തില്ല. അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സെഷനാണ് കേട്ടോ മക്കളെ. അപ്പോൾ മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. എന്താണ് മക്കളെ പറഞ്ഞിരിക്കുന്നത്? ദ മാർക്സ് ഓഫ് 8 സ്റ്റുഡൻസ്. 8 സ്റ്റുഡൻറ്റിന് മാത്സിന് കിട്ടിയ മാർക്കാണ് താഴെ തന്നിരിക്കുന്നത്. മലയാളം മീഡിയം കുട്ടികൾക്ക് താഴെ മലയാളം തന്നിട്ടുണ്ട്, വായിക്കാൻ കേട്ടോ മക്കളെ. ക്രമമായി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ അസെൻഡിങ് ഓർഡർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ആക്കേണ്ട കാര്യമില്ല. ഇവിടെ മീഡിയൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മീഡിയൻ എന്ന് പറയുമ്പോഴേ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം. ഒന്നെങ്കിൽ നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്കോ വലുതിൽ നിന്ന് ചെറുതിലേക്കോ നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റയെ എഴുതണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ക്രമമായിട്ട് അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിലാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് പ്രത്യേകം വീണ്ടും ക്രമമായിട്ട് എഴുതേണ്ട കാര്യമില്ല. ആ ഒരു പരിപാടിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഇവർ തന്നിരിക്കുന്നത് എന്താണ്? ഈ നമ്പേഴ്സിൻ്റെ മീഡിയനാണ് 34 തന്നിട്ടുണ്ട്. പറയണം, മനസ്സിലാക്കണം. മീഡിയൻ എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? മിഡിൽ പോർഷനിലുള്ള ആ ഒരു ടേം, അതാണ് മീഡിയൻ. അപ്പോൾ നമുക്കറിയാം, ഒരു 3 പേരുണ്ടെങ്കിൽ നടുക്ക് ഒരാളായിരിക്കും, 5 പേരുണ്ടെങ്കിൽ നടുക്ക് ഒരാളായിരിക്കും, 7 പേരുണ്ടെങ്കിൽ നടുക്ക് ഒരാളായിരിക്കും. കാരണം എന്താ? ഓഡ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നടുക്ക് ഒരാളെ വരത്തുള്ളൂ അല്ലേ? നിങ്ങളുടെ ബെഞ്ചിൽ 5 പേരുണ്ടെങ്കിൽ നടുക്കത്തവൻ മൂന്നാമത്തവനായിരിക്കും അല്ലേ മക്കളെ? ഇനി നടുക്ക് ഒരു ബെഞ്ചിൽ 4 പേരുണ്ടെങ്കിൽ നടുക്ക് എത്ര പേര് കാണും? 2 പേര് കാണും. അപ്പോൾ നമുക്ക് എന്ത് പറയാനകത്തുനിന്ന് ഞാൻ ആ കൺസെപ്റ്റ് കൂടെ പറഞ്ഞിട്ട് അതിലേക്ക് കടക്കാം കേട്ടോ മക്കളെ. അപ്പോൾ ആ കാര്യം പിടികിട്ടും. ക്വസ്റ്റ്യൻ മാത്രം പറയുകയല്ല, കൺസെപ്റ്റ് കൂടെ പറയാം. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മക്കളെ, ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ നമ്പർ ആണെങ്കിൽ നടുക്ക് 2 പേര് കാണും, ഓഡ് നമ്പർ ആണെങ്കിൽ നടുക്ക് ഒരാൾ കാണും. അപ്പോൾ ഈവൻ ടേംസ് ഉണ്ടെങ്കിൽ നടുക്ക് 2 പേരാണെങ്കിൽ ആ 2 പേരെയും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ജസ്റ്റ് ഞാൻ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ ജസ്റ്റ് പറയുകയാണെങ്കിൽ 1 2 3 4 5 ഇതിൻ്റെ അകത്ത് മീഡിയം എന്ന് പറയുമ്പോൾ നടുക്കത്തവൻ 3 മാത്രമായിരിക്കും അല്ലേ? നടുക്കുള്ളവൻ കറക്റ്റ് ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. നടുക്കത്തവനായിരിക്കും നമ്മുടെ മീഡിയൻ. ഇനി ഇപ്പുറത്തെ ഒരു 6 കൂടെ ചേർക്കുവാണെങ്കിൽ 6 പേരുണ്ട്, ഈവൻ നമ്പറാണ്. സോ നടുക്ക് 2 പേര് കാണും, 3 4. അപ്പോൾ അതിൻ്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ മക്കളെ ഇത് തമ്മിൽ കൂട്ടുക. 3 4 കൂടെ കൂട്ടുക, എത്രയാണ്? 7. എന്നിട്ട് പകുതി എടുക്കുക. 7ൻ്റെ പകുതി 3.5 മീഡിയൻ. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ഇവിടുത്തെ പ്രോബ്ലം പറഞ്ഞിരിക്കുന്നത് 8 സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 8 എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തോണം 8 പേരുണ്ട്. അപ്പോൾ ഈവൻ നമ്പറാണ്, നടുക്ക് 2 പേര് കാണും തന്നിട്ടുണ്ട്. അതിനകത്ത് മീഡിയം മാർക്ക് 34 അപ്പോൾ മക്കൾ ഇതിൻ്റെ അകത്ത് നടുക്ക് വരുന്ന ടേംസ് ഏതൊക്കെയാണ്? 32ഉം എക്സും ആണ് അല്ലേ? അങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. വളരെ എളുപ്പമാണ്, വലിയ പാടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. മീഡിയൻ ഇസിക്കൽ ടു എന്ന് പറഞ്ഞ് എഴുതുക. മീഡിയൻ ഇവിടെ എന്താണ് മക്കളെ? നടുക്കത്തെ ടേം ഏതൊക്കെയാണ്? 32ഉം എക്സും കൂടെ കൂട്ടുക, പകുതി എടുക്കുക. ഓക്കെ, ഈ മീഡിയൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേം നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 34 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മീഡിയന് പകരം നമുക്ക് 34 ഇട്ട് കൊടുക്കാം. 34 ഇസിക്കൽ ടു 32 പ്ലസ് എക്സ് ബൈ 2. സിമ്പിൾ പരിപാടി അല്ലേടാ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 2 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം അവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 2 ഇപ്പുറത്ത് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകും. അപ്പോൾ എന്ത് വരുവാടാ? അപ്പോൾ നമുക്ക് വരുന്ന 34 × 2 എന്ന് വന്നു. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 32 പ്ലസ് എക്സ് എന്ന് വന്നു. 34 × 2 എത്രയാടാ? 34 × 2 എന്ന് പറയുമ്പോൾ 68. അപ്പോൾ ഇത് 68 ഇസിക്കൽ ടു 32 പ്ലസ് എക്സ് എന്ന് വന്നു അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ 32 ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഇവിടെ ആഡ് ചെയ്തിരിക്കുന്ന 32 ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആകും. ഓക്കെ, അപ്പോൾ ഇത് 68 മൈനസ് 32 എന്നാവും ഇസിക്കൽ ടു എക്സ്. 68 നിന്ന് 32 കുറച്ച് എത്രയുടെ മക്കളെ? അപ്പോൾ നമ്മുടെ എക്സിൻ്റെ വാല്യൂ കിട്ടും 36 അല്ലേ? 36. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് 36 കിട്ടിയാണ്ടല്ലോ മക്കളെ. ഇത്രയുള്ള പരിപാടി.
വളരെ എളുപ്പം നമുക്ക് ആ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം. ഇനി നമുക്ക് ഉത്തരം കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടി 36 ഈ എക്സിന് വരും 36 ഇട്ട് കൊടുക്കുക. ഇനി മീഡിയം കണ്ടുപിടിച്ച് നോക്കിയേ, 32 36 കൂടെ കൂട്ട്, 32 36 കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുകയാണെങ്കിൽ നമുക്ക് 34 കിട്ടുവാണെങ്കിൽ നമ്മുടെ ആൻസർ ശരിയാണ്. 36 32 കൂട്ടുമ്പോൾ 68, 68ൻ്റെ പകുതി 34. യെസ്, നമ്മുടെ ഉത്തരം ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കി സമാധാനത്തോടെ നമുക്ക് എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങാം. ഇതാണ് കൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കാമെന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം മക്കളെ. മോഡൽ 2024 ചോദിച്ച നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ പബ്ലിക് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ദ ടേബിൾ ഷോസ് ദി നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ എ കമ്പനി സോർട്ടഡ് അക്കോർഡിംഗ് ടു ദെയർ ഡെയിലി വേജസ്. ഓക്കെ, അതിൻ്റെ മലയാളം ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊടുക്കാം. ഒരു കമ്പനിയിലെ തൊഴിലാളികളെ ദിവസവേതന അടിസ്ഥാനത്തിൽ തരംതിരിച്ച പട്ടികയാണ് ചൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ദിവസക്കൂലിയും തൊഴിലാളികളുടെ എണ്ണവുമാണ് നമുക്ക് 2 കോളമായിട്ട് തന്നിരിക്കുന്നത് കേട്ടല്ലോ. ഡെയിലി വേജസും നമ്പർ ഓഫ് വർക്കേഴ്സ് 800 900 900 1000 അങ്ങനെ തന്നിരിക്കുവാണ്. ഇഫ് ദ ഡെയിലി വേജസ് ആർ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർഡറിൽ അത് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ വാട്ട് വിൽ ബി ദ അസ്യൂംഡ് വേജ് ഓഫ് ദി 19th വർക്കർ? ദിവസക്കൂലിയുടെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തിയാൽ 19ാം തൊഴിലാളിയുടെ കൂലി എത്രയാണ് സങ്കല്പിക്കണം. മധ്യമ ദിവസക്കൂലി കണക്കാക്കുക. ഫൈൻഡ് ദ മീഡിയൻ വേജ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കുക. കാരണം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ മക്കളെ? അപ്പോൾ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ കണ്ട പോലെ അങ്ങനെയും ചോദിക്കാം, പിന്നെ ഇങ്ങനെയും ചോദിക്കാം. രണ്ടും ഒരു വർഷം തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. സോ ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അപ്പോൾ ഇവിടെ മീഡിയൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കണമെങ്കിൽ മക്കളെ നമ്മൾ നെക്സ്റ്റ് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ഈ ടേബിൾ അങ്ങ് എടുത്തെഴുതുക. നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് എടുത്തെഴുതുക. എന്നിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന അതെല്ലാം കൂടെ കൂട്ടുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. 5 7 12 12 18 28 33 45 അല്ലേ, 45 കിട്ടും ഇതിൻ്റെ സം. നെക്സ്റ്റ് ഒരു കോളം കൂടെ നിങ്ങൾ എഴുതുക, CF ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു കോളം കൂടെ എഴുതുക. അതെന്താ ഉദ്ദേശിക്കുന്നത്? ഈ ടേം ഓരോന്നോരോന്ന് കൂട്ടിക്കൂട്ടി പോകും. ആദ്യം നിങ്ങൾ ഈ 5 എന്ന് പറയുന്ന ടേം ഇവിടെ എഴുതുക. ഓക്കെ, ഇവിടെ 5, അടുത്തത് 5ഉം 7ഉം കൂടെ കൂട്ടുക, എത്രയാണ്? 12. അടുത്ത 12ഉം 6ഉം കൂടെ കൂട്ടുക, 18. 18ഉം 10ഉം കൂടെ കൂട്ടുക, 28. 28ഉം 15ഉം കൂടെ കൂട്ടുക, 43. 43 രണ്ടും കൂടെ കൂട്ടുമ്പോൾ 45. ഇത് ശരിയാണോ നമ്മൾ ആഡ് ചെയ്യുന്നത് മനസ്സിലാക്കാനായിട്ട് മക്കളെ ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ലാസ്റ്റ് കിട്ടുന്നതും ഇവിടെ സം എന്ന് പറയുന്നതും രണ്ടും സെയിം നമ്പർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആഡ് ചെയ്തതും കറക്റ്റാണ്, പക്കയാണ്. ഇവിടം വരെ പക്കയാണ്. ഇവിടം വരെ ചെയ്യണം നിങ്ങൾ എന്തായാലും. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ഡെയിലി വേജസ് ആർ അറേഞ്ച് ഇൻ അസെൻഡിങ് ഓർഡർ വാട്ട് വിൽ ബി ദ അസ്യൂംഡ് വേജ് ഓഫ് ദി 19th വർക്കർ? 19ാം വർക്കറിൻ്റെ ആ ഒരു വേജ് കണ്ടുപിടിക്കണം. മക്കളെ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി CF എന്ന് പറയുന്ന ആ ടേം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ 1 തൊട്ട് 5 വരെയുള്ള വർക്കറിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 5 കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ്? 6 തൊട്ട് 12 വരെയുള്ള വർക്കറിൻ്റെ കാര്യമാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ 6 7 8 9 10 11 12 വരെ ഇതിനകത്താണ് കേട്ടോ. 12 കഴിഞ്ഞ് 12 വരെ ഇതിൻ്റെ അകത്താണ്. 12 കഴിഞ്ഞ് എത്രയാണ്? 13 തൊട്ട് 18 വരെ ഇതിൻ്റെ അകത്താണ്. 13 14 15 16 17 18 വരെ. മനസ്സിലായല്ലോ? ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 28 എന്ന് പറയുമ്പോൾ 18 കഴിഞ്ഞ് അടുത്തത് 17 തൊട്ട് 28 വരെ ഇതിൻ്റെ അകത്താണ്. അടുത്ത് 28 കഴിഞ്ഞ് 29 തൊട്ട് 43 വരെ ഇതിൻ്റെ അകത്താണ്. ഇതാണ് അതിൻ്റെ മീനിങ്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട മക്കളെ 19th വർക്കറിൻ്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മീഡിയം കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ ഈ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. 19th വർക്കറിൻ്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 18 തന്നിരിക്കുന്നുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെ തന്നെയാണ്. 18 തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് കണ്ടുപിടിക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്. അതിനൊരു ഇക്വേഷൻ, ഒരു ചെറിയൊരു ഫോം ഉണ്ട്. 12 ഇവിടെ ഉണ്ടെങ്കിൽ 13ാമത്തെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. 28 ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് 29 കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇവർ ചോദിച്ചത് എന്താണ്? 19ാമത്തെ ആളെയാണ്. 18 ഇവിടെ ഉണ്ടല്ലോ, 19ാമത്തെ ആളെ കണ്ടുപിടിക്കണം. നോക്കിക്കോണേ. അതിനുവേണ്ടി മക്കളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നൊരു സംഭവം കണ്ടുപിടിക്കണം. മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ n തന്നിട്ടില്ലേ? n ഓടാണോ ഈവനാണോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഓഡ് നമ്പർ അല്ലേ, അപ്പോൾ ഒരാളെ കാണത്തുള്ളൂ എന്ന് പറയുമ്പോൾ നേരത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇവിടെ ഓഡ് ആൾക്കാരാണുള്ളതെങ്കിൽ മക്കളെ കൺസെപ്റ്റ് മനസ്സിലാക്കണേ. 1 2 ഇപ്പം ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതാം. 2 4 6 8 10 1 2 3 4 5 പേരുണ്ടല്ലേ. അപ്പം നടുക്കത്തവൻ എത്രാമത്തവനായിരിക്കും? 3ാമത്തവൻ. അതെങ്ങനെ മനസ്സിലായി? ടോട്ടൽ എത്ര പേരുണ്ടോ നമുക്ക് മീഡിയം കണ്ടുപിടിക്കാനായിട്ടുള്ള പരിപാടി ഇത്രയേ ഉള്ളൂ.
ടോട്ടൽ എത്ര പേരുണ്ട് മക്കളെ? 5 പേരാണ് അല്ലേ? 5 ആൾക്കാരുണ്ട്. 5 ആൾക്കാരാണെങ്കിൽ മക്കളെ നടുക്കത്തവനെ കണ്ടുപിടിക്കാൻ 5ൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. എന്ന് പറയുമ്പോൾ 5ൻ്റെ കൂടെ 1 കൂട്ടുക എന്ന് പറയുമ്പോൾ 6ൻ്റെ പകുതി. മൂന്നാമത്തവനായിരിക്കും നമ്മുടെ മീഡിയൻ. കണ്ടല്ലോ, മൂന്നാമത്തവനായിരിക്കും നമ്മുടെ മീഡിയൻ. മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? ഇനി ഒരാളും കൂടെ ഉണ്ടെന്നിരിക്കട്ടെ, 12. അപ്പോൾ നടുക്കത്തവർ ഇവന്മാർ രണ്ടുപേരും അല്ലേ? അതെങ്ങനെ കണ്ടുപിടിക്കാം? ഈ ചെറിയ ടേംസ് വരുമ്പോഴത്തേക്കും നമുക്ക് കണ്ടുപിടിക്കാൻ എണ്ണി എടുക്കാം നമുക്ക്. പക്ഷേ കുറേ അധികം ടേംസ് വരുമ്പോൾ, ഇപ്പോൾ ഞാൻ ജനറലായിട്ട് ചോദിക്കുവാണ്, ഇപ്പോൾ മീഡിയൻ 5 പേരുണ്ടെങ്കിൽ നമുക്കറിയാം മൂന്നാമത്തവനാണ്. അതെങ്ങനെ മനസ്സിലായി? ഈ ഒരു ഇക്വേഷൻ വെച്ച്. അതേപോലെ 11 പേരുണ്ടെങ്കിൽ എത്രാമത്തവനായിരിക്കും? 11 ആൾക്കാരുണ്ടെങ്കിൽ മീഡിയൻ എത്രാമത്തവനായിരിക്കും? 11ൻ്റെ 1 കൂട്ടുക 12, അതിൻ്റെ പകുതി. 1 കൂട്ടിയിട്ട് പകുതി എടുക്കുക. ഓടാണെങ്കിൽ നടുക്ക് ഒരാളല്ലേ ഉള്ളൂ. 12ൻ്റെ പകുതി 6ാമത്തവനായിരിക്കും നമ്മുടെ മീഡിയൻ. മനസ്സിലായടാ? ഇനി 99 പേരുണ്ടെങ്കിൽ നടുക്കത്തവൻ മീഡിയൻ എത്രാമത്തവനായിരിക്കും? 99 എന്ന് പറയുമ്പോൾ ഓടാണ്. സോ നടുക്ക് ഒരാളേ ഉള്ളൂ എന്ന് പറയുമ്പോൾ 99ൻ്റെ 1 കൂട്ടുക 100, പകുതി എടുക്കുക 50. 50ാമത്തവനായിരിക്കും നമ്മുടെ മീഡിയൻ. കൺസെപ്റ്റ് ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി ഈവൻ നമ്പർ ആണെങ്കിൽ മക്കളെ 1, 2, 3, 4, 5, 6 6 പേരുണ്ടെങ്കിൽ നമുക്കറിയാം നടുക്ക് 2 പേരുണ്ട്. അത് എത്രാമത്തവനൊക്കെ ആയിരിക്കും? അത് കണ്ടുപിടിക്കാൻ മക്കളെ ടോട്ടൽ എത്ര പേരുണ്ടാ? 1, 2, 3, 4, 5, 6. 6ൻ്റെ പകുതി എടുക്കുക. 6ൻ്റെ പകുതി, ആ തന്നിരിക്കുന്ന ടേംസിൻ്റെ പകുതി എടുക്കുക. 6ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 6th ടേമിൻ്റെയും 6th ടേമിൻ്റെ പകുതി എടുക്കുക എന്ന് പറയുമ്പോൾ 3rd 6th ആ ടേംസിൻ്റെ പകുതി. 3rd ടേമും തൊട്ടപ്പുറത്തെ ടേമും 4th ടേമും കൂടെ കൂട്ടുക. എന്നിട്ട് അതിൻ്റെ പകുതി എടുത്ത് കഴിയുമ്പോൾ നമുക്ക് മീഡിയം കിട്ടും. മനസ്സിലായല്ലോ? കണ്ടല്ലോ? 3rd ടേമും 4th ടേമും ആയിരിക്കും നമ്മുടെ നടുക്കുള്ള 2 പേര്. ഓക്കെ. ഇനി വേറൊരു കാര്യം ചോദിക്കാം. 20 പേരുണ്ടെങ്കിൽ നടുക്കത്തവൻ എത്രാമത്തവനായിരിക്കും? 20ൻ്റെ പകുതി എടുക്കുക. മീഡിയം കണ്ടുപിടിക്കാൻ 20ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 10ാമത്തവനും തൊട്ടപ്പുറത്തതും 11ാമത്തവനെയും കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. മനസ്സിലായല്ലോ? ഇനി 100 പേരുണ്ടെങ്കിലോ മക്കളെ? ഈവനാണ്, നടുക്ക് 2 പേരുണ്ട്. മീഡിയം കണ്ടുപിടിക്കാൻ 100ൻ്റെ പകുതി 50ാമത്തവനെയും തൊട്ടപ്പുറത്ത് 51ാമത്തവനെയും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുക. ഇതാണ് കൺസെപ്റ്റ് ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണ് ഇവിടെ n എന്ന് പറയുന്നത് ടോട്ടൽ ആൾക്കാരുടെ എണ്ണം ഇവിടെ തന്നിരിക്കുന്നത് 45 ആണ് അല്ലേടാ? ഓഡ് നമ്പറാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം നമ്മളിവിടെ കണ്ടുപിടിക്കണം നോക്കുവാണേ. മീഡിയൻ ക്ലാസ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഇവിടെ മീഡിയൻ ക്ലാസ്, അതിനു വേണ്ടി ഇവിടെ n എന്ന് പറയുന്നത് 45 ആണ്. നമുക്ക് മനസ്സിലായി ഇത് ഓഡാണ്. ഓഡാണെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത് എത്രാമത്തവനായിരിക്കും? മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാൻ മീഡിയൻ എന്ന് പറയുന്നത് എത്രാമത്തവനായിരിക്കും? 45-നോട് 1 കൂട്ടും 46, അതിൻ്റെ പകുതി എടുക്കുക എന്ന് പറയുമ്പോൾ 45 23ാമത്തവനായിരിക്കും നമ്മുടെ മീഡിയൻ. 23rd ടേം ആയിരിക്കും നമ്മുടെ മീഡിയൻ. 23rd. ഓക്കെ. 23ാമത്തവനായിരിക്കും നമ്മുടെ മീഡിയൻ എന്ന് മനസ്സിലായില്ലേ മക്കളെ? മീഡിയൻ മനസ്സിലായില്ലേ? അപ്പോൾ 23ാമത്തവനാണ് നമ്മുടെ മീഡിയൻ നമ്മൾ മനസ്സിലായി. അപ്പോൾ മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത് 23ാമത്തവനാണ് നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മീഡിയൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് n ഓടാണെങ്കിൽ അതിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് പകുതി എടുക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലായി 23ാമത്തവനാണ് നമ്മുടെ മീഡിയൻ. ഓക്കെ. ഇനി അപ്പോൾ 23ാമത്തെ മീഡിയൻ എന്ന് പറയുമ്പോൾ 23 എവിടെയാണ് മക്കളെ വരുന്നത്? ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഇവിടെ 5 വരെ 6 തൊട്ട് 12 വരെ ഇതിൻ്റെ അകത്ത്. 23ാമത്തവൻ ഇതിൻ്റെ അകത്ത് വരും. ഇതിൻ്റെ അകത്തല്ലേടാ 18 വരെ ഇതിൻ്റെ അകത്തുള്ളേ. അപ്പോൾ 19 തൊട്ട് 28 വരെ. അപ്പോൾ നമ്മുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്, നമ്മുടെ മീഡിയൻ ഉൾപ്പെടുന്നത് ഇവിടെയാണ്. നിങ്ങളതിങ്ങനെ വേണമെങ്കിൽ പെൻസിൽ കൊണ്ടോ വല്ലോ ഇങ്ങനെ വട്ടായിട്ട് വരയ്ക്കുക. മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് ഇതാണ്. മക്കളെ മനസ്സിലായല്ലോ? മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ്. കണ്ടല്ലോ? മീഡിയൻ ക്ലാസ് എന്ന് പറയുമ്പോൾ 1100-ഉം 1200-ഉം. അപ്പോൾ ഞാനിവിടെ എഴുതി വയ്ക്കുകയാണ്. മീഡിയൻ ക്ലാസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? മീഡിയൻ ക്ലാസ് എന്ന് പറയുമ്പോൾ 1100, 1200. മനസ്സിലായി? ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി നമ്മളോട് ചോദിച്ചത് എന്താണ് മക്കളെ? 19th വർക്കറിൻ്റെ ആണ്. വളരെ എളുപ്പം കണ്ടുപിടിക്കാം. 19th വർക്കറിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. 19th വർക്കറിൻ്റെ വേജ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ x19 ആണ്. x19 കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമുള്ളൊരു ഇക്വേഷൻ ഉണ്ട്, L+D/2. ഏത് ചോദ്യം ചോദിച്ചാലും ഇതേപോലെ 18ാമത്തവനെ തന്നിട്ടുണ്ട്, 19ാമത്തവനെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ L+D/2 എന്ന് ഒരു ഇക്വേഷൻ എടുത്താൽ മതി. ഇനി L എന്താണ്? വളരെ എളുപ്പം നമുക്ക് പറയാം. L എന്ന് പറഞ്ഞാൽ മീഡിയം ക്ലാസിൻ്റെ ലോവർ ലിമിറ്റിനാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ചെറിയ ടൈം മീഡിയം ക്ലാസ് നമ്മളിങ്ങനെ എഴുതി വെക്കുക. അതിനകത്ത് ലോവർ ലിമിറ്റ് മീഡിയം ഇതാണ് L. ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇവിടെ എഴുതാം. ഇതാണ് L, ഇത് U എന്ന് പറഞ്ഞാൽ ഇത് ലോവർ ലിമിറ്റ്,
ഇത് അപ്പർ ലിമിറ്റ് എല്ലും യുവും. മലയാളം മീഡിയം കുട്ടികൾ മനസ്സിലാക്കുക, ഇത് എല്ലും യു. നിങ്ങളും ഇക്വേഷൻ ഇതൊക്കെ തന്നെയായിരിക്കും പഠിച്ചിരിക്കണം അല്ലേ. എൽ മൈനസ് യു എന്നൊക്കെ പറഞ്ഞുള്ള അല്ലെ യു മൈനസ് എൽ എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻ ആയിരിക്കും. ഇക്വേഷൻ പല രീതിയിൽ പഠിക്കാം കേട്ടോ. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞ് ഡി കണ്ടുപിടിക്കാൻ പഠിച്ചു കാണും. ഓക്കെ, എല്ലും യുവും അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഏതൊരു കുട്ടിക്കും മനസ്സിലാകുന്ന രീതിയിലാണ് കേട്ടോ മക്കളെ പറയുന്നത്. x90 എന്ന് പറയുമ്പോൾ l+d/2. അപ്പോൾ എൽ എന്താടാ? എൽ എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് നമുക്ക് മനസ്സിലായി 1100 പ്ലസ് ഈ ഡി എന്ന് പറയുന്ന ടേം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികളിനകത്ത് ഡി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇവിടെയും ഡി കണ്ടുപിടിക്കാം. ഡി എന്ന് പറയുന്ന മക്കളെ ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചോ കുഴപ്പമില്ല. പക്ഷേ വേറൊരു എളുപ്പമുള്ള ഇക്വേഷൻ ഈ യുവും എല്ലും തമ്മിൽ മൈനസ് ചെയ്യാം. യു മൈനസ് എൽ ബൈ എൻ. മക്കളെ ഈ എൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഈ എൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മീഡിയം ക്ലാസ് വരച്ച് വെച്ചിട്ടില്ലേ, അതിൻ്റെ ആ നമ്പർ ഓഫ് വർക്കേഴ്സ്, ആ ഫ്രീക്വൻസിയാണ് നമ്മൾ പറയുന്നത് എൻ. അപ്പോൾ എൻ എത്രയാണ് ഇവിടെ? 10. ഓക്കെ, അപ്പോൾ എൻ അവിടെ നേരെ ഇട്ട് കൊടുക്കുക 10. അപ്പോൾ ഇവിടെ യു എല്ലും എന്താണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. യു എന്ന് പറയുന്നത് 1200 മൈനസ് എൽ എന്ന് പറയുന്നത് 1100 ബൈ എൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ആ 10 എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ മീഡിയം ക്ലാസ്സിൻ്റെ അവിടെയുള്ള ആ നമ്പർ ഓഫ് വർക്കേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി, അതാണ് നമ്മുടെ എൻ. സോ ഇതെത്ര വരും ഇവിടെ മക്കളെ? 1200 നിന്ന് 1100 കുറച്ചാൽ 100. 100/10 എത്രയാടാ? 10. സോ അത് 10 കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം d/2. ഡി എന്ന് പറയുന്നത് 10 അല്ലേ. 10/2 എത്രയാണ്? 5. അപ്പോൾ ഇത് 1100 പ്ലസ് 5 എന്ന് കിട്ടും. 1105 എന്ന് കിട്ടും നമ്മുടെ x19. 19ാമത്തെ ടൈം നമുക്ക് കിട്ടിയില്ലേ. ഇനി നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലേ, 19ാമത്തെ ആ വർക്കറിൻ്റെ വേജ് കണ്ടുപിടിച്ചു 1105. ഇനി നമുക്ക് ഫൈൻഡ് ദ മീഡിയൻ വേജ് അല്ലേ, മധ്യമ കൂലി കണ്ടുപിടിക്കണം. മധ്യമ ദിവസ കൂലി കണ്ടുപിടിക്കണമെങ്കിൽ എത്രാമത്തെയാണ് മക്കളെ? 23ാമത്തെ ആളുടെ ആണ് മീഡിയൻ എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മീഡിയൻ ഇസ് ഈക്വൽ ടു, മീഡിയൻ എത്രയാടാ? 23ാമത്തെ ആളുടെ അല്ലേ. അപ്പോൾ 23ാമത്തെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 19ാമത്തെ ആളുടെ കൂടെ എത്ര ഡി കൂട്ടിയാൽ മതി? x90ൻ്റെ കൂടെ 4D കൂട്ടിയാൽ പോരെടാ മക്കളെ. 4D കൂട്ടിക്കുമ്പോൾ നമുക്ക് 23 കിട്ടത്തില്ലേ. ഓക്കെ, അപ്പോൾ x90 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 1105 പ്ലസ് 4 ഇൻറ്റു ഡി എത്രയാടാ? ഡി എന്ന് പറയുന്നത് 10. അപ്പോൾ ഇൻറ്റു 10 എത്ര കിട്ടും? 1105 പ്ലസ് 40. അപ്പോൾ ഇത് 1145 എന്ന് കിട്ടും നമ്മുടെ മീഡിയൻ. അപ്പോൾ ഇതാണ് മധ്യമകൂലി അല്ലെങ്കിൽ മീഡിയൻ വേജ്. ഇത്രയേ ഉള്ളൂ. വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ മക്കളെ? മനസ്സിലായല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി പബ്ലിക് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കിക്കണം മക്കളെ. ഇപ്പം നമ്മൾ പറഞ്ഞ അതേ കൺസെപ്റ്റ് വെച്ച് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കണ്ടല്ലോ, ഹീമോഗ്ലോബിൻ ലെവൽ ഇൻ ഗ്രാംസ് പെർ ഡെസിലിറ്റർ ഓഫ് 7 സ്റ്റുഡൻസ്. 7 കുട്ടികളുടെ തന്നിട്ടുണ്ട്. അപ്പോൾ 7 കുട്ടികൾ എന്ന് പറയുമ്പോൾ ഓടാണ്. സോ നടുക്ക് ഒരാളെ കാണത്തുള്ളൂ. അത് എത്രാമത്തവനാണ്? പെട്ടെന്ന് കാര്യം മനസ്സിലാക്കണം. 7 പേരുണ്ടെങ്കിൽ ഓടാണ്. അപ്പോൾ 7 1 കൂട്ടുമ്പോൾ 8. 8ൻ്റെ പകുതി 4ാമത്തവനായിരിക്കും നമ്മുടെ മീഡിയൻ. ഓക്കെ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വേണം പെട്ടെന്ന് വരണം കേട്ടോ. 7 കുട്ടികൾ എന്ന് പറയുമ്പോൾ ഓടാണ്. സോ 1 കൂട്ടി 8. 8ൻ്റെ പകുതി 4ാമത്തവനായിരിക്കും നമ്മുടെ മീഡിയൻ. അതിൻ്റെ മീഡിയൻ ഹീമോഗ്ലോബിൻ ലെവൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 4ാമത്തവനെ കണ്ടുപിടിച്ചാൽ മതി. 4ാമത്തവൻ കണ്ടല്ലോ. അതിനുവേണ്ടി ആദ്യം ഇത് ഓർഡറിൽ എഴുതണം. ഓർഡറിൽ എഴുതാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഓർഡറിൽ എഴുതാം. ഏറ്റവും ചെറുത് എത്രയാടാ? ഏറ്റവും ചെറുത് 12.0. അപ്പോൾ ആദ്യം 12.0 എഴുതി. അടുത്തത് 12.5. 12.5. അടുത്ത 12.6. അടുത്ത 12.9. അടുത്തത് 13.4. 13.7. 14.1. 1 2 7 പേരുണ്ടോ നോക്കട്ടെ. 1 2 3 4 5 6 7. ഓക്കെ, 7 പേരായി. 7 പേരാണെങ്കിൽ നമുക്കറിയാം 7ൻ്റെ കൂടെ 1 തൊട്ട് 8ൻ്റെ പകുതി 4ാമത്തവനായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങളിങ്ങനെ എണ്ണി നോക്കിയാലും മതി. ഇവനായിരിക്കും 4ാമത്തവനാണ്. 1 2 3 4ാമത്തവനായിരിക്കും നമ്മുടെ മീഡിയൻ. മനസ്സിലായില്ലേ? 4ാമത്തവനാണ് നമ്മുടെ മീഡിയൻ. സോ മീഡിയൻ എന്ന് പറയുമ്പോൾ 12.9 ആണ്. എഴുതി വയ്ക്കാം. മീഡിയൻ ഇസ് ഈക്വൽ ടു 12.9. സിമ്പിളായിട്ട് എഴുതി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ 8 പേരുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുക. ഇത്രയുള്ള പരിപാടി. മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം മക്കളെ. ഓക്കെ, ഇത് മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തില്ലേടാ, അതേ സംഭവം തന്നെ നോക്കണം. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ എക്സാമിന് വരും. 100% ഉറപ്പാണ് മക്കളെ. കൺസെപ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചു. അതേ മോഡൽ സാധനം തന്നെയാണ് ഇവിടെയും പഠിക്കാനുള്ളത് കേട്ടോ.
നോക്കിയടാ, ദ ഏജ് ഓഫ് വർക്കേഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആർ അറേഞ്ച്ഡ് ആസ് ഫോളോസ്. ഇഫ് ദ വർക്കേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഓഫ് ദിയർ ഏജസ്, ദ ഏജ് ഓഫ് ദി വിച്ച് വർക്കർ ഈസ് ടേക്കൺ ആസ് ദി മീഡിയൻ ഏജ്. ഓക്കെ, ഫൈൻഡ് ദ മീഡിയൻ ഏജ്. മലയാളം വായിച്ചു ചോദിക്കുക മക്കളെ, മലയാളം മീഡിയം കുട്ടികൾ. ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ എണ്ണം പ്രായം അനുസരിച്ച് പട്ടികപ്പെടുത്തിയാണ് ചൂടെ കാണിച്ചിരിക്കുന്നത്. പ്രായവും തൊഴിലാളികളുടെ എണ്ണമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. നേരത്തെ മറ്റേ ഡെയിലി വേജ് ദിവസക്കൂലിയായിരുന്നു, ഇവിടെ പ്രായം. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളെ ക്രമീകരിച്ചാൽ എത്രാമത്തെ തൊഴിലാളിയുടെ പ്രായമാണ് മധ്യമ പ്രായമെന്ന് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ആളാണ് മീഡിയൻ. മീഡിയൻ കണ്ടുപിടിക്കാനല്ല ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മീഡിയൻ കണ്ടുപിടിക്കാനാണ്. അത് മിക്കവാറും അങ്ങനെ തന്നെ വരത്തുള്ളൂ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എത്രാമത്തെ ആളാണ് മീഡിയൻ. ഓക്കെ, നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴേ നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം കൂടെ കൂട്ടുക. എല്ലാം കൂടെ കൂട്ടിക്ക്. 9 ഉം 10 ഉം 19, 8 ഉം 27, 32, 1 33. സോ ഇത് 33 ആണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് സി എഫ്, സെക്കൻഡ് കോളം സി എഫ് ആണ്. സി എഫ് എഴുതിക്കുക നേരത്തെ പോലെ തന്നെ. ഇത് 9, സോ ഇവിടെ 9. അടുത്ത് 9 ഉം 10 ഉം 19. അടുത്തത് 19 ഉം 8 ഉം 27, 27 5 ഉം 32, 32 1 ഉം 33. നമ്മൾ ആഡ് ചെയ്ത് കറക്റ്റ് ആണോടാ? യെസ്, പക്ക കറക്റ്റ്. കാരണം ഇവിടെ 33, ഇവിടെ 33, നമ്മൾ ആഡ് ചെയ്ത് പക്കയാണ്. ഇനിയാണ് നമ്മളോട് ചോദിച്ചത് എത്രാമത്തെ ആളാണ് മീഡിയൻ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് മക്കളെ മീഡിയൻ ക്ലാസ്. അപ്പോൾ ഇവിടെ എൻ അല്ലേടാ, എൻ എടുത്ത് എഴുതിക്ക്. എൻ ഈക്വൽ ടു, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് എൻ ഈക്വൽ ടു, എൻ എന്ന് പറയുന്നത് 33 അല്ലേ, 33 ഓടല്ലേടാ? അതെ, ഓടാണ്. അപ്പോൾ മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കാം? മീഡിയൻ ഇസ് ഈക്വൽ ടു, മീഡിയൻ എന്ന് പറയുമ്പോൾ എത്രാമത്തവനായിരിക്കും? 33 ഓടാണെങ്കിൽ 1 കൂട്ടിയിട്ട് പകുതി എടുക്കുക അല്ലേ. 33 + 1/2. 33 1 കൂട്ടിയ 34/2. 34ന്റെ പകുതി 17. 17th ടേം ആയിരിക്കും നമ്മുടെ മീഡിയൻ. അപ്പോൾ മീഡിയൻ എന്ന് പറഞ്ഞാൽ എത്രാമത്തവനല്ലേ ചോദിച്ചത്? X17. 17th ടേം ആയിരിക്കും, 17th ആളായിരിക്കും നമ്മുടെ മീഡിയൻ, മധ്യമ പ്രായം അല്ലേ. മീഡിയൻ ഏജിൻ്റെ മീഡിയനിൽ ചോദിച്ചത്. സോ 17ാമത്തെ ആളുടെ ആയിരിക്കും നമ്മുടെ മീഡിയൻ. അത് മനസ്സിലായി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അത്രേ ഉള്ളൂ. എത്രാമത്തവനാണ് മീഡിയൻ? 17ാമത്തവനാണ് നമ്മുടെ മീഡിയൻ. കാര്യം മനസ്സിലാക്കി പഠിക്കട്ടെ മക്കളെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? മീഡിയൻ ഏജ് കണ്ടുപിടിക്കണം. ഇവിടെ മീഡിയൻ വേജ് എന്നാണ് കേട്ടോ മക്കളെ. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ മീഡിയൻ ഏജ് ആണ് കേട്ടോ. മീഡിയൻ ഏജ് എന്നുള്ളതാണ് കേട്ടോ. മീഡിയൻ പ്രായം. നേരത്തെ ക്വസ്റ്റ്യൻ്റെ ആ വേജ് ഇവിടെ വന്നാന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, മീഡിയൻ ഏജ് കണ്ടുപിടിക്കുക. പ്രായത്തിൻ്റെ മധ്യമ പ്രായം കണ്ടുപിടിക്കുക. ഓക്കെ, നമ്മളപ്പോൾ എന്ത് ചെയ്യണം മക്കളെ? നമുക്ക് മനസ്സിലായി ഇവിടെ 17th അല്ലേ. 17 എന്ന് പറയുമ്പോൾ മീഡിയം ക്ലാസ് ഏത് വരുവാടാ? മീഡിയം ക്ലാസ്. സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് മീഡിയം ക്ലാസ് വേണം. സോ സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യണമെങ്കിൽ മീഡിയൻ ക്ലാസ്. അത് വേണമെങ്കിൽ സൈഡിലേക്ക് എടുത്ത് എഴുതിയാൽ മതി. മീഡിയൻ ക്ലാസ് ഏതാടാ? മീഡിയൻ ക്ലാസ് ഏതാണ്? 17ാമത്തവനാ അല്ലേ. 17 എന്ന് പറയുന്നത് ഇതിനകത്ത് വരുവാടാ. 17 എന്ന് പറയണവൻ 9th ഇല്ല. 17 10 തൊട്ട് 19 വരെ ഇതിൻ്റെ അകത്താണ്. സോ ഇതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ്. ഇതിങ്ങനെ വരച്ച് വയ്ക്കുക, പെൻസിൽ കൊണ്ടോ പേന കൊണ്ടോ ഇങ്ങനെ വരച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മീഡിയം ക്ലാസ്. മീഡിയം ക്ലാസ് എന്ന് പറയുമ്പോൾ 30 40. അതങ്ങ് എടുത്തെഴുതിക്കേ. 30 40 ആണ് നമ്മുടെ മീഡിയം ക്ലാസ്. അപ്പോൾ ഇവിടെ എൽ എന്ന് പറയണത് ഇതാണ് യു. ഓക്കെ, നമുക്കത് ആവശ്യമുണ്ടല്ലേ. ഇനി നമുക്ക് മീഡിയം ക്ലാസ് കണ്ടുപിടിക്കണമെങ്കിൽ മക്കളെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, പക്ഷെ നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടല്ലോ. നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടല്ലോടാ, നമുക്കിവിടെ മീഡിയം ക്ലാസ്സിൻ്റെ തൊട്ട് മുകളിലത്തവൻ എത്രയാണ്? 18. അപ്പം നമ്മൾ അവൻ്റെ തൊട്ടടുത്ത ആളെ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 19ാമത്തവൻ എന്ന് പറഞ്ഞാൽ തൊട്ട് മുകളിലുള്ളവൻ്റെ തൊട്ടടുത്തിട്ട് 18 ആണെങ്കിൽ 19ാമത്തെ ആളെ കണ്ടുപിടിക്കണം. അതേപോലെ ഇവിടെയും എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ മക്കളെ. ഇവിടെ ഇതാണ് നമ്മുടെ മീഡിയം ക്ലാസ്സിലെ CF. അതിന് തൊട്ട് മുകളിലത്രേടാ 9. അപ്പോൾ തൊട്ടടുത്ത ആളെ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ഇക്വേഷൻ. എന്താടാ? ഇവിടെ 9ാമത്തവനാണെങ്കിൽ തൊട്ടടുത്ത ആൾ 10ാമത്തവനെ നമ്മൾ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ഇക്വേഷൻ. എന്താണ്? X10 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് L + D/2. L എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് 30 + D കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? D എന്ന് പറഞ്ഞാൽ എന്താടാ? U - L/N. U എന്ന് പറയുന്നത് 40 - 30/N എന്ന് പറയുന്നത് എന്താണ്? N എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് ഇൻ്റർവെല്ലിലെ
ആ നമ്പർ ഓഫ് വർക്കേഴ്സ് അല്ലെങ്കിൽ ആ ഫ്രീക്വൻസി എത്രയാണ് 10. ഇവിടെ 10 എന്ന് നേരെ ഇട്ട് കൊടുക്കുക. 40 30 കുറച്ചാൽ 10, 10/10 1 കിട്ടും അല്ലേ. അപ്പോൾ D/2 എന്ന് പറയുമ്പോൾ 1/2. 1ൻ്റെ പകുതി ആരയല്ലേടാ 30 പ്ലസ് അര എന്ന് പറയുന്നത് 0.5. അപ്പോൾ 30 അരയെന്ന് കിട്ടും നമ്മുടെ x10. 10ാമത്തെ ആളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീഡിയൻ കണ്ടുപിടിക്കാം. 17ാമത്തെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ. അപ്പോൾ നമുക്ക് മീഡിയൻ, therefore മീഡിയൻ ഇസ് ഈക്വൽ ടു, മീഡിയൻ എന്ന് പറഞ്ഞാൽ x17 ആണെന്ന് നമുക്കറിയാം. 17 കണ്ടുപിടിക്കണമെങ്കിൽ 10ാമത്തവനെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, അവൻ്റെ കൂടെ 7D കൂട്ടിയാൽ പോരേടാ അല്ലേ. 10ാമത്തവൻ എത്രയാണ് 30 അര. അപ്പോൾ നമുക്ക് 30 അരയുടെ കൂടെ പ്ലസ് 7D, 7 എന്ന് പറയുന്നത് D എന്ന് പറയുന്നത് 1, ഇത് 7 × 1, അപ്പോൾ 30 അര പ്ലസ് 7, 37 അര എന്ന് കിട്ടും നമ്മുടെ മീഡിയൻ. ഇത്രേ ഉള്ളൂ. എടാ സെയിം മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെയൊക്കെ നിങ്ങളുടെ ഇത്തവണത്തെ 2025 ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ പോകുന്ന മക്കളെ. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്താൽ മതി, വളരെ എളുപ്പം ആ മാർക്ക് നമുക്ക് കിട്ടും, എവിടെയും പോകത്തില്ല. പിന്നെ നിങ്ങൾക്ക് ചില സ്കൂളുകളിൽ ഞാൻ പറഞ്ഞില്ലേ, ചില സ്ഥലത്തൊക്കെ പഠിപ്പിക്കുന്നത് യുവും എല്ലും എന്നും ഒന്നും ആയിരിക്കത്തില്ല, വേറെ വല്ല ആയിരിക്കും. നോ പ്രോബ്ലം, കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ, കാര്യം അറിഞ്ഞ് പഠിക്കുക. ഓക്കെ. പിന്നെ ഇതിനെ ബിലോ 20, ബിലോ 30, ബിലോ 40 എന്നൊക്കെ പറഞ്ഞ് എഴുതാറുണ്ട്. അപ് ടു 40, അപ് ടു 30 അങ്ങനെയൊക്കെ എഴുതി ചെയ്താലും കറക്റ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, ഓരോ രീതിയിലും പഠിക്കാം, പക്ഷേ കാര്യം അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ഇതേ ഫ്ലോയിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ മക്കളെ, ഇതാണ് നമ്മുടെ 2024 പബ്ലിക്കും മോഡലിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് ചോദിച്ചത്. ഇതേപോലെ നമുക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും വേണമെന്നുണ്ടെങ്കിൽ മക്കളെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്കായിട്ട് മാക്സിമം ഇതൊരു സീരീസ് ആയിട്ട് ഞാൻ കണക്കാക്കുവാണ്. മാക്സിമം ഇത് കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അടുത്ത ചാപ്റ്റർ ഇതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം മക്കളെ, മാക്സിമം കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കിഡിലിനായിട്ട് നമുക്ക് ഇത്തവണത്തെ എക്സാം ക്രാക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം മക്കളെ, കൂടെ കൂടുക. നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് കാണാം മക്കളെ. ഓക്കെ, ബൈ.